ഈ കലോത്സവ വേദികളിലൊക്കെ കാണാൻ വരുന്നത് പാരന്റ്സ് ആണെങ്കിലും മത്സരിക്കാനായിട്ട് സാധാരണ അനിയത്തി ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി അനിയത്തി അല്ലെങ്കിൽ അങ്ങനെ അല്ലേ ഒരു അമ്മ അങ്ങനെ വരാറുണ്ട്. ഇതിലൊരു വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അടുത്ത റിപ്പോർട്ട് വരുന്നത് എന്താണ്? കസിൻസ്. അതെ, 2 കസിൻസ്. അവർ എങ്ങനെയാണ് ഈ കലോത്സവ വേദിയിൽ കഥകളി സംഗീത വേദിയിൽ അവരുടെ ഒരു നേട്ടം എങ്ങനെയാണ് എന്ന്, അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് എങ്ങനെയാണ് ഇറങ്ങിയ റിപ്പോർട്ടാണ്. കാണാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളി സംഗീതത്തിൽ എ ഗ്രേഡ് നേടിയ കസിൻസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവർ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ്? വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൃശ്ശൂർ. തൃശ്ശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളാണ് ഇവർ. മോളുടെ പേരെങ്ങനെ? പാർവതി. മോൾ ആദ്യമായാണെന്ന് തോന്നുന്നു ഇതിൽ പങ്കെടുക്കുന്നത്. അതെ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആദ്യമായി പങ്കെടുക്കുകയാണ്. എങ്ങനെയായിരുന്നു ഇത്തവണത്തെ മത്സരം? നല്ല കട്ടിയായിരുന്നു. മോന്? എൻ്റെ പേര് ധനഞ്ജയ് കൃഷ്ണൻ. ധനഞ്ജയാണ്. ധനഞ്ജയ് 3 വർഷം തുടർച്ചയായി 3 വർഷം അല്ലേ എ ഗ്രേഡോട് കൂടി വിജയിച്ച ആളാണ്. മത്സരം എങ്ങനെയുണ്ടായിരുന്നു? മത്സരം എല്ലാവരും നന്നായി പാടി. ഒരാളൊഴികെ ബാക്കി എല്ലാവർക്കും എ ഗ്രേഡ് കൊടുക്കും. മത്സരം കടുത്തതായിരുന്നുവെങ്കിലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് കൂടി കാണാം. ഒന്ന് പെർഫോം ചെയ്യൂ നമുക്ക് വേണ്ടിയിട്ട്. പാർത്ഥിവ തവ ഞാൻ ഊർജിത ആശയ പാർത്ഥിവ തവ ഞാൻ ഉപകാരം കുര്യാ ഞാൻ ഉപകാരം കുര്യാം ഓർത്തു കണ്ടോളവും ഉത്തമനാം നീ ഓർത്തു കണ്ടോളവും ഉത്തമനാ നീ ഉപമാനഹി തവ മൂന്നുലകിലും ഉപമാനഹി തവ മൂന്നുലകിലും. നമുക്കിനി മോൻ്റെ ഒരു പെർഫോമൻസ് കൂടി കണ്ടതിന് ശേഷം അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനം തന്നിൽ കൃപ ഇല്ലേ സ്ഥാനമെന്തേ നൽകിടാത്തു മനം തന്നിൽ കൃപ ഇല്ലേ സ്ഥാനമെന്തേ നൽകിടാത്തു മഹിള മാന്യേ അതി ധന്യേ മഹിള മാന്യേ അതി ധന്യേ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ കസിൻസ് ആണ്. ഒരേ സ്കൂളിൽ തന്നെയാണ് ഇവർ പഠിക്കുന്നത് എന്നതാണ്. ആദ്യമായി മത്സരത്തിന് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ഭയം ഉണ്ടായിരുന്നോ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറിയില്ലേ പ്രൈസ് കിട്ടി കഴിഞ്ഞപ്പോൾ? നേരത്തെ 3 വർഷമായിട്ട് തന്നെ എ ഗ്രേഡോട് തേടുന്നുണ്ട്. ആ ധൈര്യത്തിലാണോ ഈ കൂട്ടിക്കൊണ്ട് പോകുന്നത്? ധൈര്യം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാ പാടിയാലേ കിട്ടുള്ളൂ. 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് പറഞ്ഞിട്ട് എ ഗ്രേഡ് വരാൻ പോകുന്നില്ല. നന്നായി പാടണം. എങ്ങനെയാണ് പ്രാക്ടീസൊക്കെ എങ്ങനെയായിരുന്നു? ആരാണ് ഗുരു? എങ്ങനെയാണ്? എൻ്റെ ഗുരു കോട്ടക്കൽ സന്തോഷ് എന്നാണ്. പ്രാക്ടീസ് ഡെയിലി പാടുമായിരുന്നു. പ്രാക്ടീസ് കിട്ടി. മോളുടെയും ഗുരു അദ്ദേഹം തന്നെയാണോ? എങ്ങനെയാണ്? ഞാൻ 8 കൊല്ലമായിട്ട് പഠിക്കണ്ടായിരുന്നു. ഫസ്റ്റ് നാരായണ നമ്പ്രാന്തിരി പറഞ്ഞിട്ട് ഇരിഞ്ഞാലക്കുടയുള്ള മാഷ. പിന്നെ ഇപ്പം മാറി ദീപാ ബാലനാട്. അത് 1 കൊല്ലമാണ്.
ഇനിയിപ്പോൾ തുടർച്ചയായി ഇപ്പോൾ ഹയർ സെക്കൻഡറി ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ ഹയർ സെക്കൻഡറി ഈ വർഷം കഴിഞ്ഞോ അതോ ഈ വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അതോ അടുത്ത കൊല്ലം കൂടിയുണ്ട്? അത് തന്നെയാണ്, അടുത്ത വർഷം കൂടി മത്സരത്തിന് എന്തായാലും ഉണ്ടാകും. വിജയം ആവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇവർ രണ്ടുപേരും കസിൻസാണ്. ഇവർ രണ്ടുപേരും ഒരേ പെർഫോമൻസിൽ തന്നെയാണ് വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. എല്ലാ ആശംസകളും നേരുന്നു. വീണ്ടും വിജയം ഉണ്ടാകട്ടെ.